നമ്മൾ വർഷങ്ങളായി ഉണ്ടാക്കി വന്ന പല ഹാബിറ്റ്സും ഇന്ന് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വലിയ തടസ്സങ്ങളായി നിൽക്കുകയാണ്. മുമ്പേ പോകുന്ന പല ഹാബിറ്റ്സിൻ്റെയും ട്രാപ്പിൽപ്പെട്ട് പല ജീവിതശൈലി രോഗങ്ങളുടെയും വാക്താക്കളായിട്ട് അല്ലെങ്കിൽ അതിന് കീഴടങ്ങിയവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ ഹാബിറ്റ്സ് മാറ്റിയാലേ ഈ ഒരു അസുഖങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതും ഇതിനെ ഇല്ലാതാക്കാനും ഇനി പുതിയ വരാതിരിക്കാനും നമുക്ക് സാധ്യമാവുള്ളൂ. നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു 6 സ്റ്റെപ്പുകളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള 6 സ്റ്റെപ്പുകൾ. ആദ്യം ചെയ്യേണ്ടത് ഒരു സ്വയം ക്ഷമാപണം നടത്തുക എന്നുള്ളതാണ്. നമ്മൾ വ്യായാമം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളത് ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക, എന്നിട്ട് ഇന്ന് ആക്ഷൻ എടുക്കുക. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ തുനിഞ്ഞിട്ടുണ്ടാവാം, പറ്റിയിട്ടില്ലാതിരിക്കാം, കുഴപ്പമില്ല, നമ്മുടെ ജീവിതം അസ്തമിച്ചിട്ടില്ല, ഇപ്പം ആക്ഷൻ എടുക്കുക. നമ്മളോട് ക്ഷമ പറയുക, അതിനോട് ക്ഷമ ചോദിക്കുക സ്വയം. അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്നുള്ളത്. ചെറിയ ചെറിയ വിജയങ്ങളിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വലിയൊരു നേട്ടം കൈവരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു വലിയ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആ ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതിനു വേണ്ടി എടുത്ത ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നോമ്പ് കാലമാണ്. അപ്പോൾ എനിക്ക് നോമ്പ് തുറന്നിക്കുമ്പോൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് വെറും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 10:30 ആകുമ്പോൾ മാത്രം നമ്മളെ മറ്റുള്ള നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു സ്മോൾ സ്റ്റെപ്പാണ്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിക്കുക. എന്നിട്ട് നമ്മളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കുതിക്കുക. നമ്മളിലുള്ള ഈ ബാഡ് ഹാബിറ്റിന് എന്തോ ഒരു ട്രിഗർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഓവർ ഈറ്റിങ്, നമ്മൾ വല്ലാണ്ട് വാരി വലിച്ച് തിന്നു പോവാണ്. ചിലപ്പം അതിന് കാരണം ഒരു സ്ട്രെസ്സായിരിക്കും. ഈ സ്ട്രെസ്സിനെ മറികടക്കാൻ നമുക്ക് അമിതമായി തിന്നിട്ട് തന്നെ മറികടക്കണമെന്നില്ലല്ലോ, മറ്റൊരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതുപോലെ എന്തൊരു ബാഡ് ഹാബിറ്റിനാണോ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്, ഈ ഹാബിറ്റിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യം എന്താണെന്ന് പഠിച്ചിട്ട് അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അമിതമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതിനൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മളെ ബാഡ് ഹാബിറ്റിൻ്റെ ഒരു ആൾട്ടർനേറ്റീവിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയി നിൽക്കണം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കൂടെ കരുതുക. ആ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ പുതിയ ശീലത്തിന് നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുക. പേഴ്സിസ്റ്റൻസി. നമ്മൾ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നമ്മളത് തുടർച്ചയായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ക്ഷമയും ഇത് പെട്ടെന്ന് തന്നെ റിസൾട്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട. സാവധാനത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അവസാനം നിങ്ങളുടെ പുതിയ പരിശീലനം നിങ്ങളുടെ ഒരു നോർമലായിട്ടുള്ളൊരു ഹാബിറ്റാകുമാവുന്നത് വരെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനൊക്കെ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കാനൊക്കെ കുറേ മടിച്ചിരിക്കുക. ഇപ്പോൾ എപ്പോഴും ഇനി എത്ര വൈകി കിടന്നാൽ പോലും നേരത്തെ എഴുന്നേൽക്കുന്നൊരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റി. അതങ്ങനെ പരിശ്രമിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ സ്വപ്നങ്ങൾ എഴുതി വെക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റാണ്. എപ്പോഴും എഴുതി വെക്കാൻ പറ്റിയില്ലെങ്കിലും പലപ്പോഴായിട്ട് എഴുതി വെക്കുന്നൊരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 6 സ്റ്റെപ്പ് പിന്തുടർന്നിട്ട് നിങ്ങളുടെ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.